മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 11-ാം വാക്യം. നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം. നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം. ഇതൊരു ഡെഫിനറ്റ് സ്റ്റേറ്റ്മെന്റാണ്, ആയിരിക്കണം. അപ്പോ നിങ്ങളിൽ ഏറ്റവും വലിയവൻ ആരാണ്? ഒരു വലിയ സമൂഹത്തിൽ ഏറ്റവും വലിയവൻ ആരാണ്? നമ്മൾ നോക്കുമ്പോൾ സമ്പത്തുള്ളവൻ വലിയവൻ, വലിയ ഭവനമുള്ളവൻ വലിയവൻ, ആഡംബര വാഹനത്തിൽ വരുന്നവൻ വലിയവൻ, വലിയ ഡിപ്പോസിറ്റ് ഉള്ളവൻ വലിയവൻ, ജംഗ്ഷനിൽ വലിയ കടമുറിയുള്ളവൻ വലിയവൻ, വലിയ വലിയ ബിരുദങ്ങൾ ഉള്ളവൻ വലിയവൻ. മറ്റുള്ളവരാൽ കൈയിടിയ വിഷയങ്ങളൊക്കെ നമ്മളെ വലിയവരാക്കുന്നുവെന്ന് തെറ്റിദ്ധരിക്കരുത്. വലിയവൻ ആരാണ് എന്ന് സ്വർഗം അടിവരയിടുകയാണ്. ശുശ്രൂഷകൻ, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നവനാണ് വലിയവൻ. സ്നേഹമുള്ളവരെ, മറ്റുള്ളവരെ വലിയവനായി കാണാനുള്ള മനസ്സിൻ്റെ ഉടമയാണോ നീ? മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാൻ, വളർത്താൻ, കരുതാൻ, ചേർത്ത് പിടിക്കാൻ നീ മുൻപന്തിയിലുണ്ടോ? എങ്കിൽ നീ വലിയവനായിരിക്കും. സ്വർഗത്തിൻ്റെ ചില നേർരേഖകൾ, സൂചനകൾ ഇവയാണ്. അപ്പോൾ നമ്മൾ മനുഷ്യരുടെ മുമ്പിൽ വലിയവനാകുന്നു എന്നത് ഉറപ്പായിരിക്കാം. പക്ഷേ ദൈവത്തിന് മുമ്പിൽ വ്യത്യസ്തനാകാനുള്ള ചില മാനദണ്ഡങ്ങൾ വ്യത്യസ്തമാണെന്ന് ഓർക്കണം. ദൈവത്തിന് മുമ്പിൽ വലിയവനാകാൻ നീ ശുശ്രൂഷ ചെയ്യണം. മറ്റുള്ളവരെ വലിയവരായി കാണുമ്പോൾ ദൈവം നിന്നെ ഉയർത്തും, വളർത്തും. ആമേൻ.